ഹലോ എവ്രിവൺ. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടിജൻസി പ്ലാനിങ് ഫോർ ഇമേജ് അക്വിസിഷൻസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാലിഡേഷനും കൂടെ ഇന്ന് നോക്കും. ഓക്കെ, സോ കണ്ടിജൻസി പ്ലാനിങ് ഇമേജ് അക്വിസിഷൻ നമ്മൾ ചെയ്യുമ്പം മോസ്റ്റ് ഓഫ് ദീസ് തിങ്സ് വിച്ച് ഐ എം ഗോയിങ് ടു മെൻഷൻ റൈറ്റ് നൗ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മോഡ്യൂളിൽ കണ്ടതാണ്. ഐ ടോൾഡ് യു നമ്മൾ ഒരിക്കലും ഒറിജിനൽ എവിഡൻസ് ഫയലിലോ ഡ്രൈവേലോ അല്ല നമ്മൾ ഡേറ്റ അക്വയർ ചെയ്യാൻ അല്ലെങ്കിൽ എവിഡൻസ് അക്വയർ ചെയ്യാനായിട്ട് നോക്കുന്നത് കോപ്പി ഓഫ് കോപ്പിയിലാണ്. സോ വി നീഡ് ടു ക്രിയേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ്. ഓൾസോ വി ഹാഡ് സീൻ ഏർലിയർ ദാറ്റ് ഒന്നി കൂടുതൽ ടൂളുകളോ ടെക്നിക്കുകളോ യൂസ് ചെയ്ത് നമ്മൾ ഈ ഇമേജിങ് ചെയ്യണം എന്ന് നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, നൗ വെൻ ഡൂയിങ് image acquisition, we should be careful that host protected areas are also copied. കാരണം ഏതെങ്കിലുമൊക്കെ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഹോസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ OSന് ഡയറക്റ്റ്ലി ആക്സസിബിൾ അല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫയൽ ഡയറക്ടറിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി ആക്സസിബിൾ അല്ലാത്ത ഏരിയകളാണ് ഈ ഹോസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇമേജിങ് ചെയ്യുമ്പം ആ ഏരിയകളും കോപ്പി ചെയ്യാനായിട്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. സോ വെൻ വി ആർ യൂസിങ് an acquisition tool, it is better to use a hardware acquisition tool which can access at BIOS level. Okay, അത് കൂടാതെ എൻക്രിപ്റ്റഡ് ഡ്രൈവ്സ് പലപ്പോഴും ലൈവ് ഡേറ്റ ആണ് നമ്മൾ അക്വയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം നമ്മുടെ ഫയലുകൾ പലതും അല്ലെങ്കിൽ ഡ്രൈവുകൾ പോലും എൻക്രിപ്റ്റഡ് ആയിരിക്കും. സോ ആ എൻക്രിപ്റ്റഡ് ഫയലുകൾ കോപ്പി ചെയ്യാനും ഇമേജ് ചെയ്യാനും ടൂൾസ് നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, എസ്പെഷ്യലി വിൻഡോസ് വിസ്റ്റ അൾട്ടിമേറ്റിലും എന്റർപ്രൈസ് എഡിഷൻസിലും ഹോൾ ഡിസ്ക് എൻക്രിപ്ഷൻ പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇമേജിങ് ചെയ്യുമ്പം അതും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇമേജിങ് ചെയ്യാൻ. സോ ദീസ് ആർ സം ഓഫ് ദി കണ്ടിജൻസി പ്ലാനിങ് ഫോർ ഇമേജ് അക്വിസിഷൻ ദാറ്റ് വി നീഡ് ടു ഡു. ഇൻ ഹൗ ടു ഡീൽ വിത്ത് എൻക്രിപ്റ്റഡ് ഹാർഡ് ഡ്രൈവ്സ്. ഓക്കെ, പല ടൂളുകളുണ്ട്. അതിലെ 2 ടൂളുകളാണ് വിൻഡോസ് ബിറ്റ്ലോക്കറും ട്രൂക്രിപ്റ്റും. ഓക്കെ, ആൻഡ് ആസ് വി സോ ഒരു മെഷീന് ഓൺ ആക്കി ലൈവ് അക്വിസിഷൻ ചെയ്യുന്നതാണ് നോർമലി ഡീക്രിപ്റ്റഡ് ഹാർഡ് ഡ്രൈവിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് അലൗ ചെയ്യുന്നതാണ് വിൻഡോസ് ബിറ്റ് ലോക്കർ. സോ വെൻ ദ മെഷീൻ ഇസ് ഓൺ ഒരു എൻക്രിപ്റ്റഡ് ഹാർഡ് ഡ്രൈവിനെ ലൈവ് ഡീക്രിപ്റ്റ് ചെയ്ത് ലൈവ് അക്വയർ ചെയ്യാനായിട്ട് ഈ ടൂൾസ് സഹായിക്കും. ഓക്കെ, ഇനി അഥവാ നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് ഈ ടൂൾ വെച്ചിട്ട് പറ്റിയില്ലെങ്കിൽ the only possibility is to get the key phrase or passphrase from either the suspect or use some password cracking tools. Okay, അങ്ങനെ അറ്റാക്കുകളാണെങ്കിലും ആക്സസ് ഗെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ചില ടൂളുകളാണ് ഈ താഴെ പറഞ്ഞിരിക്കുന്ന കോൾഡ് ബൂട്ട്, പാസ്വേർ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന യൂട്ടിലിറ്റികൾ. ഓക്കെ, നൗ അക്വിസിഷൻ ടൂൾസ് യൂസ് ചെയ്യുന്നതിൻ്റെ വിൻഡോസിൽ അക്വിസിഷൻ ടൂൾ യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒന്ന്, നമ്മൾ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യുമ്പം ഇറ്റ് ബിക്കംസ് ഈസിയർ ടു അക്വയർ ദി എവിഡൻസ്, എസ്പെഷ്യലി സ്വാപ്പബിൾ ഡിവൈസസ് ആണെങ്കിൽ എന്ന് വെച്ചാൽ ഈസിലി റിമൂവ് ചെയ്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസസ് ആണെങ്കിൽ ടൂൾസ് യൂസ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ റൈറ്റ് ബ്ലോക്ക് ചെയ്യണം. അപ്പം വെൽ ടെസ്റ്റഡ് റൈറ്റ് ബ്ലോക്കിംഗ് ഹാർഡ്വെയർ ഡിവൈസസ് വേണം നമുക്ക് ഈ ഇമേജ് അക്വയർ ചെയ്യുമ്പം യൂസ് ചെയ്യാൻ വേണ്ടി. ഓൾസോ മെനി ഓഫ് ദ ടൂൾസ് കനോട്ട് അക്വയർ ഹോസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഡേറ്റ ഡിസ്ക്. ആ ഏരിയയിൽ നിന്നും ഡേറ്റ അക്വയർ ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ്. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് വിൻഡോസ്. ഓക്കെ, ഇനി വിൻഡോസ് റൈറ്റ് പ്രൊട്ടക്ഷൻ വിത്ത് USB ഡിവൈസസ് യൂസ് ചെയ്യുമ്പം USB ഡിവൈസസ് കണക്ട് ചെയ്യാൻ അഫ്കോഴ്സ് കണക്ടേഴ്സ് വേണം. നമ്മൾ നേരത്തെ കണ്ടതാണ് ഫാറ്റായോ സാറ്റായോ SI കൺട്രോളേഴ്സോ വേണം. ആൻഡ് നോർമലി ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് XP SP2ലും വിസ്റ്റയിലും വിൻഡോസ് 7ലും വർക്ക് ചെയ്യും. കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു USB ഡിവൈസിലേക്ക് നമ്മൾ ഇമേജ് ചെയ്യുമ്പം ആ USB ഡിവൈസും റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഐ മീൻ റീഡ് USB ഡിവൈസിൽ നിന്നും ഇമേജ് ചെയ്യുമ്പോൾ റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് വേണം നമ്മൾ കോപ്പി ചെയ്യാൻ. ഓക്കെ, നൗ ലിനക്സിൽ ഡേറ്റ അക്വയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് നോക്കുന്നത്. ഇപ്പം ഈ പോയിന്റ്സ് എന്ന് പറയുന്നത് എവിഡൻസ് കറപ്റ്റ് ആകാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. സോ വെൻ വി ആർ അക്വയറിംഗ് ഡേറ്റ ഫ്രോം വിത്ത് ലിനക്സ് ബൂട്ട് CD,
എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ടിജൻസി പ്ലാനിങ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. സോ ലിനക്സിൽ ഒരു ഡ്രൈവ്, ഹാർഡ് ഡ്രൈവ് മൗണ്ട് ചെയ്യുമ്പം റീഡ് ഓൺലി ആയിട്ട് മൗണ്ട് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് നമ്മൾ ചെയ്യണം. ഓക്കെ, എസ്പെഷ്യലി വിൻഡോസ് OSലേക്കും ന്യൂവർ ലിനക്സ് ഓട്ടോമാറ്റിക്കലി മൗണ്ട് ചെയ്യുന്ന ഡ്രൈവുകൾ മൗണ്ട് ചെയ്ത് ആക്സസ് ചെയ്യാനായിട്ട് ആണ് ഓട്ടോമാറ്റിക് മൗണ്ടിങ് ആണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ബിഫോർ ഹാൻഡ് ഈ കണ്ടിജൻസി പ്ലാനിങ് നമ്മൾ ചെയ്തിരിക്കണം. വിൻഡോസിൽ നമ്മൾ റൈറ്റ് ചെയ്യും, വിൻഡോസിലേക്ക് നമ്മൾ ഒരു മൗണ്ട് ചെയ്യുമ്പോഴത്തേനും it automatically writes to recycle bin and NTFS journal. So ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം ബൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ബിഫോർ മൗണ്ടിങ് പർട്ടിക്കുലർ ഡ്രൈവ് ഈ റീസൈക്കിൾ ബിന്നും NTFS ജേർണലും ഒക്കെ ചെക്ക് ചെയ്തിട്ട് പ്രീവിയസ് ഇമേജ് എടുത്തിട്ട് വേണം മൗണ്ട് ചെയ്തിട്ട് ലേറ്റർ ഇമേജ് എടുക്കാൻ വേണ്ടി. ഓക്കെ, ദെൻ ലിനക്സ് കേർണൽ 2.6ഉം ലേറ്ററിലും മെറ്റാ ഡേറ്റ ഡ്രൈവിലേക്ക് ഓട്ടോമാറ്റിക്കലി റൈറ്റ് ചെയ്യും. 4 കോൺഫിഗറേഷൻസ് ext2 ആൻഡ് ext3 ഡ്രൈവ്. ഇതെല്ലാം ഡേറ്റയെ കറപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഡ്രൈവ്, പുതിയ ഒരു ഡ്രൈവ്, ടാർഗറ്റ് ഡ്രൈവ് നമ്മൾ മൗണ്ട് ചെയ്യാൻ. ഓക്കെ, ഇനി റീഡ് ഓൺലി ആയിട്ട് മാത്രം മൗണ്ട് ചെയ്യുന്നതാണ് ഫോറൻസിക് ലിനക്സ് ലൈവ് സീരീസ്. അപ്പോൾ റൈറ്റ് ബ്ലോക്കറിന്റെ ആവശ്യം ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്നു. പലതരം ലിനക്സ് ലൈവ് CD ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പം മൗണ്ട് ചെയ്യുന്ന റീഡ് ഓൺലി ആയിട്ട് മാത്രമല്ല മറ്റ് ഫോറൻസിക് യൂട്ടിലിറ്റീസും ഈ ഡിസ്ട്രിബ്യൂഷൻസിൽ അവൈലബിൾ ആണ്. ഓക്കെ, now we're going to look at forensic Linux live CDs. When mounting this CD, target drives ആണ് ഇമേജ് ചെയ്യുന്നതിന് മുമ്പുള്ള ടാർഗറ്റ് ഡ്രൈവ്സിന്റെ കാര്യമാണ് ഇത് പറയുന്നത് കേട്ടോ. സോ ഫോറൻസിക് ലിനക്സ് ലൈവ് CD നമ്മൾ മൗണ്ട് ചെയ്യുമ്പം ഐദർ നോട്ട് മൗണ്ട് ചെയ്യാനായിട്ട്, ദാറ്റ് ഇസ് ഒരു CD മൗണ്ട് ചെയ്യാതിരിക്കാനോ റീഡ് ഓൺലി ആയിട്ട് മൗണ്ട് ചെയ്യാനോ കോൺഫിഗർ ചെയ്ത് നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, നല്ല ഫോറൻസിക് ഡിസൈൻ ഉള്ള ലിനക്സ് ലൈവ് CDs ആണ് ഹീലിക്സ്, പെൻഗ്വിൻ സ്ലൂത്ത്, FCCU ഫ്രഞ്ച് ഇന്റർഫേസ് ഉള്ള ഒരു ലിനക്സ് ലൈവ് CD ആണ്. ഓക്കെ, നൗ it prepares, ഈ ഫോറൻസിക് ലിനക്സ് ലൈവ് CD prepares the target drive for acquisition. So നമ്മൾ പലതരം ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. It can also be used with Microsoft FAT and NTFS partitions. ഓക്കെ, ഇനി ടാർഗറ്റ് ഡ്രൈവിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം fdisk കമാൻഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ MKFS MS-DOS കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. MKFS MS-DOS കമാൻഡ് യൂസ് ചെയ്യുന്നത് വിൻഡോസിന്റെ ഫാറ്റ് ഫയൽ സിസ്റ്റം ലിനക്സിൽ നിന്നുകൊണ്ട് കോപ്പി എടുക്കാൻ വേണ്ടിയിട്ടാണ്. fdisk എന്ന് പറയുന്നത് ലിനക്സിലെ കമാൻഡ്സ് ലിസ്റ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും വെരിഫൈ ചെയ്യാനുമാണ്, പാർട്ടീഷൻസ് വെരിഫൈ ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ DD കമാൻഡും യൂസ് ചെയ്യാം. ഓർ ഇഫ് യു റിമെമ്പർ, DD കമാൻഡ് റോ ഫോർമാറ്റ് ഇമേജ് ചെയ്യാൻ വേണ്ടി, ഫോർമാറ്റിൽ ഫയൽ ഇമേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. യു ക്യാൻ റൈറ്റ് ഓർ റീഡ് ദ ഡിവൈസസ് ആൻഡ് ഡേറ്റ ഫയൽസ് യൂസിങ് ദിസ് കമാൻഡ്. ഓക്കെ, ആൻഡ് ഇത് ഇപ്പോഴും യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പല ഫോറൻസിക് ടൂൾസിലും ഈ റോ ഫോർമാറ്റ് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് DD കമാൻഡ് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈവൻ ദോ there are disadvantages for the DD command. Shortcomings of the DD command are, ഒന്ന്, സാധാരണ ആൾക്കാരുടെ സ്കിൽ ലെവലിനെക്കാട്ടും കൂടുതലായിട്ടുള്ള സ്കിൽ ആവശ്യമുണ്ട് DD കമാൻഡിന്. ആൻഡ് കംപ്രസ്ഡ് ഡേറ്റ നമുക്ക് DD കമാൻഡ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ, കംപ്രസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ DD കമാൻഡ് സ്പ്ലിറ്റ് കമാൻഡുമായിട്ട് നമുക്ക് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ സെഗ്മെന്റ്സിന്റെ ഔട്ട്പുട്ട് സെപ്പറേറ്റ് വോളിയൂംസ്, ഓരോ ഡിസ്കിലുള്ള ഓരോ സെഗ്മെന്റ്സിന്റെ ഔട്ട്പുട്ട് നമുക്ക് സെപ്പറേറ്റ് വോളിയൂംസിലേക്ക് അല്ലെങ്കിൽ CDസിലേക്കോ ഡ്രൈവ്സിലേക്കോ ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. എസെൻഷ്യലി DD കമാൻഡ് ഒരു ഫോറൻസിക് ഇമേജിങ്ങിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരുന്ന കമാൻഡ് അല്ല. ഇറ്റ് വാസ് എ ഡേറ്റ മാനേജ്മെന്റ് ടൂൾ. അതുകൊണ്ട് തന്നെ ഫോറൻസിക് ഡേറ്റ അക്വയർ ചെയ്യുന്ന എല്ലാ റൂൾസും ഇതിൽ പാലിക്കപ്പെടുന്നില്ല, ഈവൻ ദോ ഇറ്റ് ഇസ് സ്റ്റിൽ യൂസ്ഡ്. ഓക്കെ, ബെറ്റർ ഫോറൻസിക് ഡേറ്റ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു കമാൻഡാണ് FDCFL DD.
കമാൻഡ്. ഓക്കെ, സോ ഈ കമാൻഡാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ കമാൻഡിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്, ഈ 6 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഹെക്സ് പാറ്റേൺസോ ടെക്സ്റ്റോ സ്പെസിഫൈ ചെയ്തിട്ട് ഡിസ്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. എററുകൾ ഒരു ഔട്ട്പുട്ട് ഫയലിലേക്ക് ലേറ്റർ അനാലിസിസിനും റിവ്യൂവിനും വേണ്ടിയിട്ട് ലോഗ് ചെയ്യാനായിട്ട് പറ്റും. ഹാഷിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സ്റ്റേറ്റസ് അക്വയർ ചെയ്യുന്നതായിട്ട് നമ്മൾ ഇമേജ് അക്വയർ ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റസ് ഡിസ്പ്ലേ, പ്രോഗ്രസ് സ്റ്റേറ്റസ് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. സ്പ്ലിറ്റ് ഡേറ്റ ആക്വിസിഷൻ, സെഗ്മെന്റഡ് വോള്യൂംസിൽ സ്പ്ലിറ്റ് ഡേറ്റ ആക്വിസിഷൻ ന്യൂമറിക് എക്സ്റ്റൻഷൻസോടുകൂടി ചെയ്യാനായിട്ട് ഈ കമാൻഡ് അലൗ ചെയ്യുന്നത്. വെരിഫിക്കേഷൻ നമുക്ക് ഈ കമാൻഡ് വെച്ച്, ദാറ്റ് ഇസ് ഒറിജിനൽ ഡിസ്കിലെ ഡേറ്റയും അക്വയർഡ് ഡേറ്റയും സെയിം വെരിഫിക്കേഷൻ കോഡ്, ദാറ്റ് ഇസ് MD5 ഷായോ യൂസ് ചെയ്തിരിക്കുന്ന വെരിഫിക്കേഷൻ വാലിഡേഷൻ കോഡുകൾ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാനായിട്ട്, കോപ്പീസ് സെയിം ആണോ എന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ഇൻബിൽറ്റ് ആയിട്ട് ഇതിൽ അവൈലബിൾ ആണ്. ഈ അഡീഷണൽ ഫീച്ചേഴ്സിൽ അവൈലബിൾ ആണ്. സോ DCFL DD അഡീഷണൽ ഈ കമാൻഡിന് അഡീഷണൽ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, പലതരം ടൂളുകളുണ്ട്. 2 ടൂളുകളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോ ഡിസ്കവർ ബേസിക്കും FTK. പലപ്പോഴും നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് കാണാൻ പോകുന്നത് FTK ആണ്. സോ വി ഗോയിങ് ടു ലുക്ക് അറ്റ് ബോത്ത് ഓഫ് ദീസ്. ക്യാപ്ചറിങ് all images with the Pro Discover Basic tool. Okay, so ഒന്ന്, നമ്മുടെ സസ്പെക്ട് ഡ്രൈവിനെ വർക്ക് സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയിൻ ഓഫ് എവിഡൻസ് ഡോക്യുമെന്റ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ പ്രോ ഡിസ്കവർ ബേസിക്കിലുണ്ട്. ഡ്രൈവ് സസ്പെക്ട് ഫോറൻസിക് ആയിട്ട് സസ്പെക്റ്റിന്റെ കമ്പ്യൂട്ടറിൽ നിന്നും റിമൂവ് ചെയ്യാനായിട്ട് സസ്പെക്റ്റിന്റെ ഡ്രൈവിന്റെ ജമ്പേഴ്സ് ആവശ്യമനുസരിച്ച് കോൺഫിഗർ ചെയ്യാനായിട്ട് റൈറ്റ് ബ്ലോക്ക് ഡിവൈസ് യൂസ് ചെയ്ത് സസ്പെക്ട് ഡ്രൈവിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ടാർഗറ്റ് ഡ്രൈവിൽ ഫോൾഡേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ഇതിനെല്ലാം ഫോറൻസിക്കലി സേഫ് ആയിട്ട് ഒരു ഡ്രൈവിനെ ഇമേജ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും പ്രോ ഡിസ്കവർ ബേസിക്കിൽ ഉണ്ട്. ഓക്കെ, ഇനി നോർമലി പ്രോ ഡിസ്കവർ ബേസിക്കിൽ പ്രൊപ്രൈറ്ററി അക്വിസിഷൻ ഫോർമാറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫയല് ഇമേജ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് 650 MB സൈസസിലായിരിക്കും. പലതരം ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇമേജ് ഫയൽ വിത്ത് .eve എക്സ്റ്റൻഷൻ, ലോഗ് ഫയൽ വിത്ത് .log എക്സ്റ്റൻഷൻ ആൻഡ് ഇൻവെന്ററി ഫയൽ വിത്ത് .pds എക്സ്റ്റൻഷൻ. ഇത്രയും കാര്യങ്ങൾ പോസിബിൾ ആണ്. കൂടാതെ റോ ഫോർമാറ്റും പഴയ ഫോർമാറ്റ് ആയതുകൊണ്ട് പ്രോ ഡിസ്കവർ അതും സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് വി സോ ഏർലിയർ റോ ഫോർമാറ്റ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഇത് മെറ്റാ ഡേറ്റ അല്ലെങ്കിൽ ഹാഷ് വാല്യൂസ് സെപ്പറേറ്റ് ഫയലിലാണ് റോ ഫോർമാറ്റ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇമേജ് ഡേറ്റയും ഹാഷ് വാല്യൂയും സ്റ്റോർ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ that is the advantage of using Pro Discover. Okay, now first ഈ ലാസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. FTK ഇമേജർ പല സാഹചര്യങ്ങളിലും ഡേറ്റ അക്വയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയ ഇമേജ് ചെയ്യാനായിട്ട് FTK ഇമേജറിന് സാധാരണഗതിയിൽ പറ്റത്തില്ല. എന്നാൽ പ്രോ ഡിസ്കവറിൽ അത് പറ്റും. ഓക്കെ, അതല്ലാതെ ബാക്കി കാര്യങ്ങൾ സിമിലർ ടു പ്രോ ഡിസ്കവർ only. It can included this FTK imager is included on Access Data Forensic Toolkit. Evidence diskine view ചെയ്യാനും ഇമേജ് ചെയ്യാനും FTK ഇമേജറിൽ പറ്റും. Makes this to image copies of evidence drives at logical partition level and physical drive level. Also segment ചെയ്ത് segmentsന്റെ images create ചെയ്യാനായിട്ടും പറ്റും. It is possible to have hardware write blocking devices, USB write protection registry feature available ആണ്. ഓക്കെ, സോ നമ്മൾ പ്രോ ഡിസ്കവറിൽ കണ്ട മിക്ക കാര്യങ്ങളും FTKയിലും അവൈലബിൾ ആണ്. FTK ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ലൈക്ക് സ്ക്രീൻസും കൂടെ ഇവിടെ കാണിക്കുകയാണ്. ഇത് FTK ഇമേജറിൻ്റെ മെയിൻ വിൻഡോയാണ്. ഓക്കെ, ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് ഫോൾഡേഴ്സിൻ്റെ ട്രീ
നമ്മുടെ ആ ഫയലിൻ്റെ എവിഡൻസ് ട്രീ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഈ ട്രീ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ലിസ്റ്റ് പാനൽ ചെയ്യും. ആ ഓരോ ഫോൾഡറിലുള്ള ഫയൽ ലിസ്റ്റ് ഇവിടെ ഈ പാനലിൽ ഡിസ്പ്ലേ ചെയ്യും. നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഫയൽ ഏതാണോ സെലക്ട് ചെയ്തത് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫയൽ ഇവിടെ കാണിക്കും ആൻഡ് കണ്ടന്റ് ഓഫ് ദ ഫയൽ ഇവിടെ കാണിക്കും. സോ ഇവിടെ ഡ്രൈവിൻ്റെ ഫോൾഡേഴ്സിൻ്റെ ലിസ്റ്റ് കാണിക്കും. ഫോൾഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ലിസ്റ്റ് ഇവിടെ കാണിക്കും. ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫയലിൻ്റെ പ്രോപ്പർട്ടീസും ഫയലിൻ്റെ കണ്ടന്റും ഈ 2 ഏരിയകളിലായിട്ട് കാണിക്കും. ഓക്കെ, ഇനി എന്തെല്ലാം സ്റ്റെപ്സ് ആണ് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് FTK ഇമേജർ യൂസ് ചെയ്യേണ്ടതെന്നാണ്. ഒന്ന്, വിൻഡോസിലാണ് ബൂട്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് എവിഡൻസ് ഡിസ്ക് റൈറ്റ് ബ്ലോക്കർ യൂസ് ചെയ്ത് കണക്ട് ചെയ്യാം, ടാർഗറ്റ് ഡിസ്ക് കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഇമേജർ സ്റ്റാർട്ട് ചെയ്ത് ഡിസ്ക് ഇമേജിങ് നമുക്ക് തുടങ്ങാം. നോർമൽ കേസിൽ ഫിസിക്കൽ ഡ്രൈവ് ഓപ്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. വേറെ കോപ്പീസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഈ ഏത് ഇമേജ് ആണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ കാണുന്നത് ഇവിടെ. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെലക്ഷൻസ് ഫോർ ഇമേജിങ്. ഫിസിക്കൽ ഡ്രൈവ് ആണ് നോർമലി സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോജിക്കൽ ഡ്രൈവോ ഇമേജ് ഡ്രൈവോ കണ്ടന്റ് ഓഫ് എ ഫോൾഡറോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദിസ് ഇസ് ഹൗ ടു സെലക്ട് ദ സോഴ്സ് ഓഫ് ദ ഇമേജിങ് ടാസ്ക് ഇൻ FTK ഇമേജർ. പിന്നെ ഏത് ഫോർമാറ്റ് സെലക്ട് ചെയ്യണം എന്നുള്ളത്. സോ ഇവിടെ ഒന്നെങ്കിൽ റോ ഫോർമാറ്റ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്മാർട്ട്, EDI, ഈ 3 ഫോർമാറ്റ്സ് ആണ് ഇമേജർ FTK പ്രൊവൈഡ് ചെയ്യുന്നത്. ഇമേജ് ചെയ്യുന്നത് ഫിസിക്കൽ ഡ്രൈവിന് ഇമേജ് ചെയ്യുന്നതിന് ഉള്ള ഫോർമാറ്റ്സ് ആണ്. ഓക്കെ, ദെൻ ഇവിടെ ഇമേജ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെസ്റ്റിനേഷൻ ഫോൾഡറും ഇമേജിൻ്റെ ഫയൽ ടൈപ്പ് എക്സ്റ്റൻഷൻസ് എന്താ കൊടുക്കേണ്ടതെന്നുള്ളതും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. നോർമലി സൈസ് 650 MB ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ അതും ഇവിടെ കാണിക്കാൻ പറ്റും. എന്നിട്ട് ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ സേവ് ദ ഇമേജ് ടു ദിസ് പെർട്ടിക്കുലർ ലൊക്കേഷൻ. ഓക്കെ, ഇനി ഈ FTK ഇമേജറിൽ പ്രോഗ്രസ് കാണിക്കും. സോ ഇമേജിൻ്റെ സോഴ്സ് ഏതാ, ഡെസ്റ്റിനേഷൻ്റെ സ്റ്റേറ്റസ്, ഇമേജ് ക്രിയേറ്റ് സക്സസ്ഫുള്ളി സ്റ്റേറ്റസ് കാണിക്കും. പ്രോഗ്രസ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കും, എത്ര ടൈം എലാപ്സ് ചെയ്തു, എത്ര സമയം ലെഫ്റ്റ് ആണ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കും. ഫൈനലി ഇമേജ് സമ്മറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു എന്ന് കാണാനായിട്ടും പറ്റും. സോ ദിസ് ഇസ് കംപ്ലീറ്റ് ആയി എവിടെ സേവ് ചെയ്തു, എന്തായിരുന്നു സോഴ്സ്, എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇസ് വാലിഡേറ്റിംഗ് ഡേറ്റ അക്വിസിഷൻ. നമ്മൾ ഇമേജ് ചെയ്തതോടുകൂടി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയൽസ് നമുക്ക് അക്വയർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ വി ഹാവ് ടു വാലിഡേറ്റ് ദ ഡേറ്റ. അപ്പോൾ വിൻഡോസിൽ, ലിനക്സിൽ ജനറലായിട്ട് എങ്ങനെയാണ് വാലിഡേഷൻ നടക്കുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് ഇസ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ആസ്പെക്ട് ഓഫ് കമ്പ്യൂട്ടർ ഫോറൻസിക്സ്. നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്തത് കറക്റ്റ് എവിഡൻസ്, ഒറിജിനൽ എവിഡൻസ് ആണ് എന്ന് കാണിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഹാഷ് അൽഗോറിതം യൂട്ടിലിറ്റീസ് യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് ടെക്നിക്സ് അവൈലബിൾ ആണ്. CRC32, MD5, SHA-1 to SHA-512, വേറെ പല ടെക്നിക്സ് അവൈലബിൾ ആണ്. ആ ടെക്നിക്സ് യൂസ് ചെയ്ത് ഹാഷ് അൽഗോറിതംസ് യൂസ് ചെയ്ത് ആ ഹാഷ് വാല്യൂസ് ഒറിജിനലിൻ്റെയും കോപ്പി എടുത്തതിൻ്റെയും സെയിം ആണ് എന്ന് കാണിക്കാൻ നമുക്ക് പറ്റണം. ഓക്കെ, MD5 യൂസ് ചെയ്യുമ്പം MD5 ഹാസ് ലോട്ട് ഓഫ് കൊളിഷൻസ്, സോ ഇറ്റ് ഇസ് നോട്ട് പെർഫെക്റ്റ്. ബട്ട് ഒത്തിരി പേര് MD5 യൂസ് ചെയ്യും, പല ടൂൾസിൽ MD5 യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബെറ്റർ ഓപ്ഷൻ SHA ആണെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ബെറ്റർ ദാൻ ദീസ് ടു ഹാഷിംഗ് അൽഗോറിതംസ് വരുമ്പോൾ ന്യൂ ഹാഷ് ഫങ്ഷൻസ് വിൽ ബി ചോസൺ ബൈ NIST സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇനി ലിനക്സിൽ വാലിഡേഷൻ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ DD വെച്ചിട്ടാണ് ഡേറ്റ അക്വയർ ചെയ്യുന്നത്. 2 രീതിയിലാണ്. ഒന്നെങ്കിൽ DD വെച്ചിട്ട് ഡേറ്റ ഇമേജ് ചെയ്യാം, അല്ലെങ്കിൽ DCFL DD വെച്ചിട്ട് ഡേറ്റ അക്വയർ ചെയ്യാം. DD വെച്ചാണ് ഡേറ്റ അക്വയർ ചെയ്യുന്നതെങ്കിൽ ഒന്നെങ്കിൽ MD5 സം അല്ലെങ്കിൽ SHA-1 സം ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. 2 യൂട്ടിലിറ്റിയും should be run on all suspect disks and volumes or segmented volumes. അപ്പോൾ ഒറിജിനൽ ഡേറ്റയിലും റൺ ചെയ്ത് ഹാഷ് ചെയ്യണം, കോപ്പി ചെയ്തിരിക്കുന്നതിലും റൺ ചെയ്ത് ഹാഷ് ചെയ്യണം. ഓക്കെ, ഇനി DCFL DD ആണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ വേറെ പല ഹാഷ് അൽഗോറിതംസും ഉണ്ട്. സോ MD5 ഉണ്ട്, SHA-1 ഉണ്ട്, 256, 384, SHA-512 വരെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. DCFL DD അക്വയർ ചെയ്ത് ഡേറ്റ നമ്മൾ അക്വയർ ചെയ്യുവാണെങ്കിൽ ഹാഷ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് കൂടാതെ ഹാഷ് ലോഗ് ഓപ്ഷൻ ഉണ്ട്.
hash log option എന്ന് പറയുന്നത് will output the hash results into a text file. ഒരു ലോഗ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ടെക്സ്റ്റ് ഫയലിൽ എല്ലാ ഇമേജ് ഫയലിലും നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നതിന്റെ ഹാഷ് വാല്യൂസും അവിടെ ലോഗ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. കൂടാതെ VF ഓപ്ഷൻ, വെരിഫൈ ഫയൽ ഓപ്ഷനും ഉണ്ട്. ദാറ്റ് മീൻസ് ഒറിജിനൽ ഫയലും ഇമേജ് ഫയലിന്റെ ഹാഷസും കമ്പയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും DCFL-DD യൂസ് ചെയ്ത് അക്വയർ ചെയ്തിരിക്കുന്ന ഇമേജിങ്ങിൽ അവൈലബിൾ ആണ്. Okay, these are the Linux validation options. വിൻഡോസിലാണ് ഡേറ്റ നമ്മൾ അക്വയർ ചെയ്തിരിക്കുന്നതെങ്കിൽ വാലിഡേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടാണ്. ബിക്കോസ് ഇൻബിൽറ്റ് ആയിട്ട് ഹാഷിംഗ് അൽഗോറിതം ടൂൾസ് സാധാരണഗതിയിൽ വിൻഡോസിൽ അവൈലബിൾ അല്ല. പ്രീവിയസ് വേർഷൻസിന്റെ കാര്യമാണ് പറയുന്നത്. സോ നോർമലി തേർഡ് പാർട്ടി യൂട്ടിലിറ്റീസോ കമേഴ്ഷ്യൽ ഫോറൻസിക് യൂട്ടിലിറ്റീസോ യൂസ് ചെയ്തിട്ടാണ് വാലിഡേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പം നോർമൽ കേസിൽ അവരുടേതായിട്ടുള്ള പ്രൊപ്രൈറ്ററി ടെക്നിക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഈ വാലിഡേഷൻസ് ഒക്കെ നടക്കും. റോ ഫോർമാറ്റ് വേണമെങ്കിൽ നമുക്ക് ഇമേജ് ചെയ്യാം, പക്ഷെ അവിടുത്തെ വിഷയം മെറ്റാഡേറ്റ സ്റ്റോർഡ് ആയിരിക്കത്തില്ല. അപ്പം മാനുവൽ വാലിഡേഷൻ ആണ് അവിടെയും നോർമൽ കേസിൽ പറ്റുന്നത്. ഓക്കെ, സോ വിത്ത് ദിസ് ഐ എം finishing today's lesson, and there's one more topic for us in data acquisition, performing RAID data acquisition. Okay, so see you again in the next class. Hope you have understood this message. Thank you.